iPhone യൂസേഴ്സിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് കണ്ടിന്യൂസ് സോഫ്റ്റ്വെയർ സപ്പോർട്ട് ലഭിക്കും എന്നുള്ളൊരു കാര്യമാണ്. മറ്റുള്ള ബ്രാൻഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പം നമുക്കുള്ള ഒരു അഡ്വാൻറ്റേജാണ് ഈ ഒരു കണ്ടിന്യൂസ് സോഫ്റ്റ്വെയർ സപ്പോർട്ട്. പക്ഷേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ മുന്നോട്ട് പോകുന്നതനുസരിച്ച് ഡിവൈസ് സ്ലോ ഡൗൺ ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മളുടെ ഓൾഡർ ഡിവൈസുകളെ നമുക്ക് എങ്ങനെ ഫാസ്റ്റ് ആക്കാം, അപ്പോൾ അതിനുള്ള കുറച്ച് ട്രിക്കുകളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു ട്രിക്കുകൾ നമ്മളുടെ ഓൾഡർ ഡിവൈസുകൾ മാത്രമല്ല, നമ്മളുടെ പുതിയ ഡിവൈസുകളും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതിലെ ട്രിക്ക് നമ്പർ 1 എന്ന് പറയുന്നത് നമ്മുടെ ഡിവൈസിൻ്റെ മിനിമം സ്റ്റോറേജ് നമ്മൾ കീപ്പപ്പ് ചെയ്യുക. എസ്പെഷ്യലി ഓൾഡർ ഡിവൈസുകൾ iPhone 6, 6s, 7 പോലുള്ള ഡിവൈസുകൾ നമ്മളൊരു മിനിമം സ്റ്റോറേജ് നമ്മൾ ഒഴിവാക്കിയിടണം. അതുകൊണ്ട് തന്നെ നമുക്ക് 32 GB, നമുക്കറിയാം ഒരു 2 വർഷം മുന്നേ വരെയുള്ള നമ്മുടെ ഐഫോൺ ലൈനപ്പ് എന്ന് പറയുവാണെങ്കിൽ 32, 64, 128 ഈ ഒരു ലൈനപ്പ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ 32 GB ഉള്ളവർ നിങ്ങൾ മിനിമം ഒരു 5 to 6 GB എങ്കിലും ഫ്രീ ആക്കി ഇടാൻ ശ്രമിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു 64, 128 GB ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 20 GB എങ്കിലും നിങ്ങൾ ഫ്രീ ആക്കി ഇട്ടാൽ നമ്മുടെ ഡിവൈസ് സ്മൂത്തായിട്ട് തന്നെ റൺ ചെയ്യും. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഫോണിന് റാം മാത്രം പോരാ പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻറ്റേർണൽ മെമ്മറി അല്ലെങ്കിൽ ഇൻറ്റേർണൽ സ്റ്റോറേജ് എന്ന് പറയുന്നതും കുറച്ച് ഫ്രീ ആയിട്ട് വേണം. എങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ഡിവൈസ് സ്മൂത്തായിട്ട് ഫംഗ്ഷൻ ചെയ്യത്തുള്ളൂ. കാരണം കുറേ കാര്യങ്ങൾ അതിൽ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. ഇതിലെ രണ്ടാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഡിവൈസിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഐഫോൺ റാം ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഡിവൈസ് ഹോം ബട്ടൺ ഉള്ള ഡിവൈസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയാണ്. അതായത് നിങ്ങളുടെ പവർ ബട്ടൺ ഹോൾഡ് ചെയ്ത് പിടിക്കുക. പവർ ബട്ടൺ ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇത് സ്ലൈഡ് ടു പവർ ഓഫ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ക്രീനിലെത്തും. ഈ ഒരു സ്ക്രീനിലെത്തുമ്പോൾ നിങ്ങളുടെ ഹോം ബട്ടൺ ഉണ്ടല്ലോ, അത് നിങ്ങൾ ജസ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ മാത്രം മതി. ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിയുമ്പം നമ്മുടെ റാം ക്ലിയർ ആവും. ഇപ്പം നമ്മളുടെ റാം ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഉപയോഗിക്കുന്നത് iPhone 10 10 മുകളിലേക്കുള്ള ഡിവൈസുകളാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് റാം ക്ലിയർ ചെയ്യുന്നത് മറ്റൊരു രീതിയിലാണ്. അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, നമ്മളുടെ സെറ്റിങ്സിൽ പോയതിന് ശേഷം ആക്സസിബിലിറ്റി എന്ന് പറയുന്ന ഓപ്ഷനിൽ പോവുക. അതിൽ നമ്മൾ ടച്ച് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയിട്ട് അസിസ്റ്റീവ് ടച്ച് എനേബിൾ ചെയ്യുക. ഈ ഒരു അസിസ്റ്റീവ് ടച്ച് എനേബിൾ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം കിട്ടും. അപ്പോൾ ഇത് വേണം, കാരണം നമുക്കിവിടെ ഹോം ബട്ടൺ ഇല്ല, ഫിസിക്കലായിട്ട് ഹോം ബട്ടൺ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു അസിസ്റ്റീവ് ടച്ച് എനേബിൾ ചെയ്യുന്നത്. ഇവിടെ നമ്മളുടെ വോളിയം അപ്പും ഡൗണും ജസ്റ്റ് പ്രസ് ചെയ്തതിന് ശേഷം പവർ ബട്ടൺ ഹോൾഡ് ചെയ്ത് പിടിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ സ്ലൈഡ് ടു പവർ ഓഫ് എന്ന് പറഞ്ഞാൽ മറ്റൊരു സ്ക്രീനിലേക്ക് പോകും. അവിടെ നമുക്ക് ഈ ഒരു അസിസ്റ്റീവ് ടച്ച് ജസ്റ്റ് ടാപ്പ് ചെയ്തതിന് ശേഷം അവിടെ ഹോം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൽ നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റാം ക്ലിയർ ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ 10 മുകളിലേക്കുള്ള ഡിവൈസുകളിൽ റാം ക്ലിയർ ചെയ്യുന്നത്. ഈ ഒരു കാര്യം ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസോ എന്തെങ്കിലും ഗ്ലിച്ചോ കാര്യങ്ങളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റാം ക്ലിയർ ചെയ്യുന്ന മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി ഈ ഒരു മെത്തേഡ് കൂടാതെ നമുക്ക് ഈ iPhone 10 മുകളിലേക്കുള്ള ഡിവൈസുകളിൽ റാം ക്ലിയർ ചെയ്യാനുള്ള മറ്റൊരു മെത്തേഡാണ് ഈ ഒരു CPU X എന്ന് പറയുന്ന ഈ ഒരു ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് മെമ്മറി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൽ നമ്മളെ മെമ്മറിയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് കാണാം നമ്മളുടെ മെമ്മറി ഉപയോഗിക്കുന്ന എത്രയുണ്ട്, ഫ്രീ സ്പേസ് നമുക്ക് എത്ര ഫ്രീ ആക്കാൻ സാധിക്കും എന്നുള്ള കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ഫ്രീസ് അപ്പ് എന്ന് പറയുന്ന ആ ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഒപ്റ്റിമൈസിങ് മെമ്മറി എന്ന് പറയുന്ന ഒരു സംഭവം വരും. അപ്പോൾ ഈ ഒരു സംഭവം ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സെറ്റിങ്സിൽ പോയി അസിസ്റ്റീവ് ടച്ച് ഒന്നും എനേബിൾ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ നമുക്ക് ഈ ഒരു ആപ്പ് ഉപയോഗിച്ചും റാം ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിലെ മൂന്നാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് നമ്മളെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ്റെ ഓപ്ഷനിൽ നിങ്ങൾ പോയിട്ട് ഓട്ടോമാറ്റിക് സോഫ്റ്റ്വെയർ അപ്ഡേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഇത് ഓഫ് ആക്കി ഇടുക. അപ്പോൾ ഇത് ചെയ്യുന്നതിലൂടെ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡിവൈസ് അപ്ഡേറ്റ് ആകുന്നതെന്ന് നമുക്ക് തടയാം. അതോടൊപ്പം തന്നെ ഓവറായിട്ടുള്ള ഡേറ്റ യൂസേജ് ആകുന്നതും CPU അതിലേക്ക് യൂട്ടിലൈസ് ആകുന്നതും അതൊക്കെ നമുക്ക് തടയാൻ സാധിക്കുന്നതാണ്. ഇതിലെ അടുത്ത ട്രിക്ക് എന്ന് പറയുന്നത് നമ്മളെ സിറിയാണ്. അതായത് സെറ്റിങ്സിൽ സിറി ആൻഡ് സെർച്ച് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് ഏറ്റവും താഴെ നമുക്ക് ഈ ഒരു ഓപ്ഷൻസ് കാണാം. അതായത് കുറേ ആപ്പുകൾ ഇവിടെ ലിസ്റ്റ് ചെയ്തേക്കുന്നത്. ഓൾഡർ ഡിവൈസുകളിൽ നമുക്ക് ഇതുപോലത്തെയുള്ള ആപ്പുകൾ നിങ്ങൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ലേൺ ഫ്രം ദിസ് ആപ്പ് എന്ന് പറയുന്നത് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ മാക്സിമം എല്ലാ ആപ്പിലും നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് തോന്നുന്ന ആപ്പുകളിലെല്ലാം നിങ്ങൾ ഡിസേബിൾ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള വൺ ബ്ലോക്കർ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു 1.1 എന്ന് പറയുന്ന VPN ഇതുപോലുള്ള ആവശ്യമില്ലാത്ത ആപ്പുകൾ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു സിറി ഉപയോഗിച്ചുകൊണ്ട് ഈ സിറി ഇതിനകത്ത് നിന്ന് പല കാര്യങ്ങളും ലേൺ ചെയ്യുന്നതാണ്. അതായത് നമ്മൾ ഈ ഒരു ആപ്പ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ഘട്ടങ്ങളിലാണ് നമ്മൾ ഈ ഒരു ആപ്പിൻ്റെ യൂസേജ് വരുന്നത്, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അല്ലെങ്കിൽ സിറി ഓട്ടോമാറ്റിക്കലി പഠിക്കുക. ഈ ഒരു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കുറേ പ്രോസസ്സിംഗ് പവർ ഇതിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് തോന്നുന്ന ആപ്പുകളുടെ സിറി ഓപ്ഷൻ നിങ്ങൾക്ക് ഇതിനകത്ത് ഡിസേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ നമ്മുടെ ഡിവൈസുകളെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നീട് ഇതിലെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സെറ്റിങ്സ് ജനറൽസിനകത്തുള്ള ബാക്ക്ഗ്രൗണ്ട് ആപ്പ് റിഫ്രഷ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ആപ്പ് റിഫ്രഷ് എന്ന് പറയുന്നത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും ബാക്ക്ഗ്രൗണ്ടിൽ ആപ്പ് നടത്തുന്ന കണ്ടൻറ്റ് റീഫ്രഷ് അല്ലെങ്കിൽ കണ്ടൻറ്റ് അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെയാണ്. അതായത് നമ്മുടെ ഡിവൈസ് വൈഫൈയിലോ സെല്ലുലാറിലോ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇതിൽ ലിസ്റ്റ് ചെയ്തേക്കുന്ന ആപ്പുകൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ കണ്ടൻറ്റ്സ് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു സെറ്റിങ്സ്. അപ്പോൾ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഓട്ടോമാറ്റിക്കലി കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഡിവൈസ്
കുറേ ഡേറ്റ നഷ്ടപ്പെടാനുള്ള ചാൻസസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഡിവൈസ് സ്ലോ ആകാനുള്ള ചാൻസസും ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ആവശ്യമില്ല എന്ന് തോന്നുന്ന ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് ഇതിനകത്ത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ആപ്പ് റിഫ്രഷ് നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്യാവുന്നതാണ്. എന്നാൽ ചില ആപ്ലിക്കേഷൻസിന് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആപ്പ് റിഫ്രഷ് വേണം. ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഇപ്പം ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ഇതുപോലുള്ള ആപ്ലിക്കേഷന് ചിലപ്പോൾ നമുക്ക് ഒരു പക്ഷേ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ആപ്പ് റിഫ്രഷ് എനേബിൾ ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും ടോപ്പിൽ ബാക്ക്ഗ്രൗണ്ട് ആപ്പ് റിഫ്രഷ് എന്ന ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾ വൈഫൈ ആൻഡ് സെല്ലുലാർ എന്നാണ് കിടക്കുന്നതെങ്കിൽ അത് മാറ്റി നിങ്ങൾ വൈഫൈ ആക്കുക. അങ്ങനെ ചെയ്യുന്നതോടെ നമുക്ക് കുറേ ഡേറ്റ അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ പവറും സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിലുള്ള അടുത്ത ട്രിക്ക് എന്ന് പറയുന്നത് ആപ്പ് സ്വിച്ചറാണ്. പലരും പറയുന്നൊരു കാര്യമാണ് നമ്മളുടെ ആപ്പ് സ്വിച്ചറിൽ ഇങ്ങനെ ആപ്പുകൾ കടന്നാൽ നമ്മളുടെ ബാറ്ററി കുറയും അല്ലെങ്കിൽ ചാർജ് പോകും എന്നുള്ളത്. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ആപ്പ് സ്വിച്ചറിൽ കുറേ ആപ്ലിക്കേഷൻ കടന്നു പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ ബാറ്ററിയോ കാര്യങ്ങളോ ഒന്നും പോകത്തില്ല. കാരണം iOS സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ഒരു ആപ്പ് സ്വിച്ചറിൽ കിടക്കുന്ന ഒരു ആപ്പിൽ നിന്ന് മറ്റൊരു ആപ്പിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു ഇതിലേക്കോ എക്സിറ്റ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു ആപ്പ് കില്ലാവുകയാണ് ചെയ്യുന്നത്. അത് ബാക്ക്ഗ്രൗണ്ടിൽ കടന്ന് ഒന്നും തന്നെ ചെയ്യുന്നില്ല. നമ്മൾ പിന്നീട് എപ്പോഴെങ്കിലും ആ ഒരു ആപ്പിലേക്ക് പോകുമ്പോൾ മാത്രമേ ഉള്ളൂ ആ ഒരു ആപ്പ് റീലോഡ് ആകത്തുള്ളൂ. ഈ ഒരു ആപ്പ് സ്വിച്ചറിൽ ആപ്സ് ഇടുന്നതിൻ്റെ തന്നെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ പിന്നീട് ആ ഒരു ആപ്പിലേക്ക് പോകുമ്പം റീലോഡ് ചെയ്യുന്ന ആ ഒരു പവർ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ആപ്പ് സ്വിച്ചറിൽ നമ്മൾ മാക്സിമം ആപ്സ് കീപ്പ് ചെയ്യുന്നത്. ഇനി ഇവിടുന്ന് ആപ്പുകൾ ഡിലീറ്റ് ചെയ്യുന്നത് എപ്പോഴാണ് നമുക്ക് ഉപകാരം എന്ന് വെച്ചാൽ നമ്മളിപ്പം ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യാത്ത അല്ലെങ്കിൽ എപ്പോഴും ദിവസത്തിൽ എല്ലാ സമയവും യൂസ് ചെയ്യാത്ത എന്തെങ്കിലും ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഈ ഒരു ആപ്പ് സ്വിച്ചറിൽ നിന്ന് ആവശ്യമില്ലാത്ത ആ ഒരു ആപ്സൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയുന്നതാണ്. അങ്ങനെ നമുക്ക് പവർ കൺസ്യൂം ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇതിലെ 8ാമത്തെ സെറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ക്യാമറയാണ്. ക്യാമറയിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്യാമറ ഓപ്ഷനിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഫോർമാറ്റിൻ്റെ ഓപ്ഷനിൽ 2 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഹൈ എഫിഷ്യൻസി ഉണ്ട്, മോസ്റ്റ് കോമ്പാറ്റബിലിറ്റി ഉണ്ട്. സ്റ്റോറേജ് പ്രത്യേകിച്ച് കുറവുള്ള ഓൾഡ് ഡിവൈസുകളിൽ നിങ്ങൾ എപ്പോഴും ഹൈ എഫിഷ്യൻസി കൊടുക്കുക. കാരണം അതിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട് ആ എടുക്കുന്ന ഫോട്ടോ HEVC കോഡക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു കോഡക്ക് ഉപയോഗിച്ച് കംപ്രസ് ചെയ്യുകയാണ്. ആ ഒരു കംപ്രസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ക്വാളിറ്റിയിൽ യാതൊരു വ്യത്യാസമില്ല, എന്നാൽ സൈസിൽ ഹ്യൂജ് ആയിട്ടുള്ള ഡിഫറൻസ്, അതായത് സൈസ് കുറവും ക്വാളിറ്റി നല്ലതും എന്നുള്ള രീതിയിലായിരിക്കും ആ ഒരു ഫോട്ടോ നമ്മുടെ ഡിവൈസിൽ കീപ്പപ്പ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ മോസ്റ്റ് കോമ്പാക്റ്റബിൾ എന്ന് പറയുന്ന സംഭവത്തിലാണ് അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ആ ഒരു കോമ്പാക്റ്റബിലിറ്റി ആ ഒരു ക്വാളിറ്റിയിലും കുറവുണ്ടാകത്തില്ല, എന്നാൽ അതിൻ്റെ സൈസിലും ആ ഒരു ഫോട്ടോയുടെ സൈസിലും കുറവുണ്ടാകത്തില്ല. അതോടൊപ്പം തന്നെ ചില യൂസേഴ്സ് മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യമാണ് നമ്മളിപ്പോൾ ഈ ഒരു ഫോണിൽ നിന്ന് നമ്മൾ ഐഫോണിൽ നിന്ന് എടുത്ത ഫോട്ടോസ് നമ്മൾ ആൻഡ്രോയിഡ് ഫോണിലേക്കൊക്കെ ഷെയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൽ ഓപ്പൺ ആകാതെ വരുന്നു അല്ലെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യാതെ വരുന്നത്. അതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഫോർമാറ്റ്സിൻ്റെ ഓപ്ഷനിൽ ഹൈ എഫിഷ്യൻസി ആണ് നിങ്ങൾ സെലക്ട് ചെയ്തേക്കെങ്കിൽ നമ്മൾ ആൻഡ്രോയിഡ് ഫോൺസിൽ ചിലപ്പോൾ ചില ഡിവൈസുകളിൽ ആ ഒരു ഫോർമാറ്റ് സപ്പോർട്ടായി എന്ന് വരത്തില്ല. അതുകൊണ്ടാണ് നമുക്ക് വീഡിയോയോ ഫോട്ടോ ഒന്നും കാണാൻ സാധിക്കാത്തത്. പിന്നീട് ഇതിൽ നമ്മളുടെ ഓൾഡ് ഡിവൈസുകൾ ഫാസ്റ്റായിട്ട് തോന്നാൻ നമ്മളെ സഹായിക്കുന്ന മറ്റൊരു ഓപ്ഷനാണ് നമ്മളുടെ സെറ്റിങ്സ് ആക്സസിബിലിറ്റി എന്ന് പറയുന്ന ഓപ്ഷനിൽ പോകുമ്പം അതിനകത്ത് മോഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾ റെഡ്യൂസ് മോഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ബാക്കിലേക്ക് പോകുമ്പോൾ കാണാം നമുക്ക് ആ ഒരു ആനിമേഷൻ വർക്കാതെ വരുന്ന കാണാം. ഇപ്പോൾ നിങ്ങൾ വീണ്ടും സെറ്റിങ്സിൽ പോയിട്ട് ജസ്റ്റ് ബാക്കിലേക്ക് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ കാണാം ആ ഒരു ആനിമേഷൻ നിങ്ങൾക്ക് അവിടെ ഇല്ല. എന്നാൽ റെഡ്യൂസ് മോഷൻ ഡിസേബിൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാം ആ ഒരു ആനിമേഷൻ അവിടെ കാണാം. ഈ ഒരു റെഡ്യൂസ് മോഷൻ എനേബിൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിവൈസ് ഓവറോൾ ഇച്ചിരി സ്മൂത്ത് ആകുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഇതിൽ ഏറ്റവും അവസാനത്തെ ട്രിക്ക് എന്ന് പറയുന്നത് പറ്റുന്ന പോലെ തന്നെ നമ്മളുടെ ഡിവൈസുകൾ ആഴ്ചയിൽ 1-2 തവണയൊക്കെ നമ്മളുടെ ഡിവൈസ് റീബൂട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മൾ iPhone 10 മുകളിലേക്കുള്ള ഡിവൈസുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വോളിയം അപ്പും ഡൗണും ജസ്റ്റ് പ്രസ് ചെയ്യുക. അതിനുശേഷം പവർ ബട്ടൺ ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഈ ഒരു സ്ലൈഡ് ടു പവർ ഓഫ് ഓപ്ഷനിൽ വന്നു കഴിയുമ്പോഴും നമ്മളുടെ പവർ ബട്ടൺ ഹോൾഡ് ചെയ്ത് തന്നെ പിടിക്കുക. അങ്ങനെ പിടിച്ച് ഒരു 10 സെക്കൻഡ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡിവൈസ് ഓഫ് ആവും. എന്നാലും നമ്മളുടെ ഫോൺ റിലീസ് ആക്കല്ലേ, ആ ഒരു പവർ ബട്ടൺ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇരിക്കുക. അതിനുശേഷം നമ്മളുടെ ബൂട്ട് സ്ക്രീൻ ആപ്പിൾ ലോഗോ വന്നു കഴിയുമ്പോൾ നമ്മൾ കൈ റിലീസ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മളെ ഫോൺ റീബൂട്ട് ആകുന്നത്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കുറേ ക്യാഷ് അതുപോലുള്ള ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഫോണിനെ ഫുള്ളി ഒന്ന് റീഫ്രഷ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് ആഴ്ചയിൽ 1-2-3 തവണയൊക്കെ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ഡിവൈസിന് നല്ലതാണ്. ഇനി ഈ ഒരു സെയിം സംഭവം നമുക്ക് ഹോം ബട്ടണുള്ള ഡിവൈസിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ വോളിയം അപ്പ് ഡൗൺ ബട്ടണും അതോടൊപ്പം തന്നെ പവർ ബട്ടണും ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിയുമ്പം നമ്മളുടെ സ്ലൈഡ് ടു പവർ ഓഫിലേക്ക് വരാതെ തന്നെ നമ്മുടെ ഫോൺ ഓഫ് ആവും. അങ്ങനെ നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കുക സ്ക്രീൻ ഓഫ് ആയാലും. പിന്നീട് നമ്മൾ ആപ്പിൾ ലോഗോ കാണിക്കുമ്പോൾ മാത്രമേ നമ്മൾ കൈ റിലീസ് ചെയ്യാവുള്ളൂ. ഇപ്പോൾ നമ്മൾ കൈ എടുക്കുക. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫോൺ റീബൂട്ട് ആകുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു 2 മെത്തേഡും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ പറഞ്ഞ മെത്തേഡ്സ് എല്ലാം നിങ്ങളുടെ എസ്പെഷ്യലി ഓൾഡ് ഡിവൈസുകൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗെയിൻ ദിസ് ഇസ് മീ മിലൻ. ക്യാച്ച് യു ഗൈസ് നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ പീസ്.